ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി എപ്പിസോഡ് 1 മുതൽ എപ്പിസോഡ് 100 വരെ ബിഗ് ബോസ് ഹൗസ് ഭരിക്കാൻ ഒരേ ഒരു ക്യാപ്റ്റൻ. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. അനീഷ് രാവിലെ എണീറ്റ് നമ്മുടെ ജയിലിൽ കിടക്കുന്ന ലക്ഷ്മിയെയും ജിസൈലിനെയൊക്കെ തുറന്ന് ടോയ്ലറ്റിലേക്ക് അവർക്ക് പോകണമല്ലോ. ആ ഒരു ബോധം അവരെ അകത്ത് പൂട്ടിയിട്ട ക്യാപ്റ്റൻ ഉണ്ടായിരിക്കണമല്ലോ. നമ്മുടെ അഭിലാഷ് ക്യാപ്റ്റൻ അകത്ത് ഉറക്കുന്നതാണ്. പുള്ളിയെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല, കാരണം ഒരു ഓഫ് ഡേ ആണ്, പുള്ളി കിടന്ന് ഉറങ്ങുകയാണ്. പക്ഷെ അനീഷ് രാവിലെ എണീറ്റ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കുന്നില്ല. അതായത് ക്യാപ്റ്റനാണ് ജയിലിന്റെ കാര്യം, ജയിലിലെ ആൾക്കാരെ അകത്ത് പൂട്ടുന്നതും അല്ലെങ്കിൽ അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറക്കുന്നതും ഒക്കെ ക്യാപ്റ്റനാണ്. അപ്പം ക്യാപ്റ്റനെയാണ് ഇവർക്ക് ഇങ്ങനെ റോലിലൊക്കെ പോകണമെന്ന് അവർ ക്യാമറ നോക്കി പറയുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ക്യാപ്റ്റനാണ് വന്നത് തുറന്നു വിടേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനൊന്നും ഇല്ല. അനീഷിന് ചെയ്യാം, ഒരാളും അനീഷിനെ എതിർക്കില്ല. എന്തിന് ബിഗ് ബോസ് പോലും, ഞാൻ അതാ നോട്ടീസ് ചെയ്തത്, ബിഗ് ബോസ് പോലും ഒന്നും മിണ്ടത്തില്ല. വളരെ മാന്യമായിട്ട് വന്ന് അവരെ തുറന്ന് അവരോട് പറയുന്നുണ്ട് പോയിട്ട് ഇവിടെ തന്നെ തിരിച്ചു വരണം, വേറെ എങ്ങനെ കറങ്ങി നടക്കാൻ പോകരുത് എന്ന് പറഞ്ഞ് അവരെ ഇറക്കി വിടുന്നു. അവർ തിരിച്ച് അതേപോലെ, എനിക്ക് തോന്നുന്നു ആദ്യമേ ജിസൈലാണ് പോകുന്നത്, ജിസൈലല്ല ലക്ഷ്മിയാണ് പോകുന്നത്. എന്നിട്ട് പറയുന്നു ജിസൈലിനും പോകണമെങ്കിൽ പറഞ്ഞു വിടുമെന്നോ എന്തോ പറയുന്നുണ്ട്. എന്താണെങ്കിലും രാവിലെ ഒരു ഓഫ് ഡേ ആയിട്ട് പോലും അനീഷേട്ടന് കണ്ടന്റ് ഉണ്ട് അവിടെ. പുള്ളി അത് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന കണ്ടന്റ് ആണെന്ന് എനിക്കറിയില്ല, ഞാനത് പറയാൻ ആളുമല്ല, കാരണം എനിക്ക് അങ്ങനെ തോന്നിയില്ല, ഫീൽ ചെയ്തില്ല. ഇനിയിപ്പോൾ പുള്ളി മനഃപൂർവ്വം ഉണ്ടാക്കുന്ന കണ്ടന്റ് ആണെങ്കിൽ പോലും ഒരു അവധി ദിവസം പുള്ളി ഉണ്ടാക്കുന്നുണ്ട് കണ്ടന്റ്, അങ്ങനെ അങ്ങ് എടുത്താൽ മതി. മറ്റേ വൃത്തികെട്ട കണ്ടന്റ് അല്ല, മാന്യമായിട്ടുള്ള കണ്ടന്റ് പുള്ളി രാവിലെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസും അനീഷേട്ടനും എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കോംബോ എന്ന് തന്നെ നമുക്ക് അവരെ വിളിക്കാം. എനിക്ക് പക്ഷെ ആ കോംബോ ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്തുള്ള മസ്താനിയൊക്കെ കുറച്ച് മുന്നേ പറയുന്നത് കേട്ടു, ഓ കോംബോ പിടിക്കുകയാണല്ലേ നിങ്ങള്, അവർക്ക് അതിനെങ്കിലും പറ്റുന്നുണ്ട്. മസ്താനിക്ക് എന്താ പറ്റുന്നത് ലക്ഷ്മിയുടെ കൂടെ നടന്ന് 8ന്റെ പണി മേടിക്കുക. PR ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞു കുറച്ചു കാലം കൂടെ ചിലപ്പോൾ നിന്ന് പോകുമായിരിക്കും, നമുക്ക് അറിയത്തില്ല. പക്ഷെ അത്യാവശ്യം PR ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്, നിന്ന് പോകുമായിരിക്കും. ഒരുപാട് പേർക്ക് ഈ സീസണിൽ PR ഉണ്ട്. ഓക്കെ, ആകെ ഞാൻ അറിഞ്ഞതിൽ വെച്ച് PR ഇല്ലാത്തത് അനീഷേട്ടന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്ത് ഈ വീഡിയോ അടി വരുന്ന ആൾക്കാർ പോലും വളരെ ജെനുവിൻ ആണെന്ന് എനിക്ക് മനസ്സിലാവും. അതല്ലാതെ അനു ലവ് എന്ത് കാര്യം ഇവിടെ? ഞാനും അനുമോളെ ആവശ്യത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അത് വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാം. പക്ഷെ എല്ലാത്തിനും, ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈ പൊക്കിയെടുത്തോണ്ട് അനു ലവ് അത് പറ്റത്തില്ല കേട്ടോ. ആ പരിപാടിക്ക് എന്നെ കിട്ടത്തില്ല, ഞാൻ വീണ്ടും അത് പറയുകയാണ്. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ഷാനവാസ് അനീഷ് രാവിലെ നല്ല രസമുണ്ട് രണ്ടുപേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ചൊറിച്ചില്. എനിക്ക് തോന്നുന്നു നമ്മുടെ അബി, ഒണീല്, ജിഷിൻ ഇവരെല്ലാം ഒന്നിച്ചിരിക്കുക. ഷാനവാസ് ഒക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ നമ്മുടെ ഫാക്ടറി ഗെയിം ഉണ്ടായിരുന്നല്ലോ, നൂദില ഫാക്ടറിയുടെ, അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ആ ഒരു ഗെയിമിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ ഇന്ന് രാവിലെയും ചർച്ചകൾ നടക്കുകയാണ്. അപ്പം അനീഷ് നേരെ വന്ന് ഷാനവാസിനെ നിർത്തി അങ്ങോട്ട് പൊരിക്കുന്നുണ്ട്. ഷാനവാസ്, നീ എന്ത് ചെയ്തു? നീ ഒരു സ്റ്റാൻഡ് നിൽക്ക്, നീ ഒന്നെങ്കിൽ നിന്റെ മാഡത്തിന്റെ സ്റ്റാൻഡ് നിൽക്ക്, അതായത് നൂറയുടെ കമ്പനിക്ക് വേണ്ടി നിൽക്ക്, ഇല്ലെങ്കിൽ നീ തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്ക്. ഇത് അവിടെ ഇല്ല ഇവിടെ ഇല്ല, നിനക്കൊരു സ്റ്റാൻഡ് ഇല്ല, നിനക്ക് ആകെ അറിയാവുന്നത് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുന്ന ഈ ഒരു സ്റ്റാൻഡേ നിനക്ക് അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ്, അയ്യോ ഒന്നും പറയാനില്ല, ചൊറിച്ചിലാണ്. പക്ഷെ അനീഷേട്ടൻ പറയുന്നതിനകത്ത് പോയിന്റ് ഉണ്ട്, ഇല്ലാന്നല്ല. ഷാനവാസ് സത്യം പറഞ്ഞാൽ ഷാനവാസിന് ആ ഗെയിം ആദ്യമേ വലിയ രീതിയിലൊന്നും മനസ്സിലായില്ല, പിടികിട്ടിയില്ല. പിന്നെ പിടികിട്ടി വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഷാനവാസിന്. അതുകൊണ്ട് ഷാനവാസ് ഒന്നും മിണ്ടാതെ ആദ്യത്തെ ദിവസം പിന്നെയും ചെയ്തു, രണ്ടാമത്തെ ദിവസം പണിയെടുത്തില്ല, എന്നാൽ മറ്റേ ജയ് വിളിക്കാൻ നിന്നില്ല, അപ്പുറത്ത് നൂറയുടെ കൂടെ നിന്നുമില്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു നിപ്പാണ് ഷാനവാസ് അവിടെ നിന്നത്. അതിനെ എല്ലാവരും പോയിന്റ് ഔട്ട് ചെയ്യുന്നു. ഷാനവാസ് എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ തൊഴിലാളി നേതാവ് പറഞ്ഞ കണക്ക് നിന്നു. ഉടനെ അക്ബർ പറയുന്നു, നിങ്ങൾ തൊഴിലാളി നേതാവിനെ അനുസരിച്ചൊന്നും നിന്നതല്ല, നിങ്ങൾ ആ സമരത്തിൽ പങ്കെടുത്തിട്ടും ഇല്ല. അപ്പൊ ഷാനവാസ് പറയുന്നു, ഞാൻ പണിയെടുത്തില്ല. നിങ്ങൾ പണിയെടുത്തില്ല എന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ തൊഴിലാളികളുടെ കൂടെ നിന്നിട്ടില്ല, അന്ന് നിങ്ങളുടെ മുതലാളിയുടെ കൂടെ നിന്നിട്ടില്ല, രണ്ടിടത്തും നിൽക്കാതെ നിങ്ങൾ നടുക്കങ്ങ് നിന്നു. സത്യം പറഞ്ഞാൽ ഷാനവാസ് അതാണ് ചെയ്തത്. അതിന്റെ മെയിൻ റീസൺ ഷാനവാസിന് ഒന്ന് കളി പിടികിട്ടിയില്ല, എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വെപ്രാളത്തിലായിരുന്നു ഷാനവാസ് രണ്ടാമത്തെ ദിവസമൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു ഫിസിക്കലി പുള്ളിക്ക് വയ്യായെന്ന് തോന്നുന്നു. ആദ്യത്തെ ഒരു ഗംഭീര എനർജി ഒന്നും ഷാനവാസിന് ഇപ്പം കാണുന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ അക്ബറൊക്കെ വന്നിരിപ്പുണ്ട് അവിടെ. എന്നിട്ട് ഇതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ ഈ കോയിൻ കൊടുക്കാത്തതിനെ പറ്റി, അത് ഷാനവാസ് ചില കാര്യങ്ങൾ ഷാനവാസ് ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് നൂറയ്ക്ക് പറ്റിയ അബദ്ധത്തെ പറ്റിയൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് ഈ ഫസ്റ്റ് ഡേ. എന്നാൽ അത് അബദ്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറയ്ക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ ബ്ലാക്ക് കോയിൻസ് കൊടുക്കായിരുന്നു, അങ്ങനെയാണെങ്കിൽ നൂറ രക്ഷപ്പെട്ടേനെ. പക്ഷെ നൂറ, അത് ഷാനവാസ് തന്നെ പറയുന്നുണ്ട്, നൂറ പക്ഷെ അന്ന് ആർക്കെങ്കിലും ബ്ലാക്ക് കോയിൻ കൊടുത്തായിരുന്നെങ്കിൽ
അടുത്ത ദിവസം രണ്ടാമത്തെ ദിവസം ഉറപ്പായിട്ടും പണിയെടുക്കത്തില്ലായിരുന്നു. ഈ ബ്ലാക്ക് കോയിൻ ആർക്കാ കിട്ടിയത്? അയാൾ. പക്ഷേ അവിടെ പറ്റിപ്പോയൊരബദ്ധം ഷാനവാസും ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാവർക്കും, ഷാനവാസിന് കൊടുത്തില്ലെന്ന് തോന്നുന്നല്ലേ ആദ്യത്തെ ദിവസം. എന്താണെങ്കിലും മിക്കവർക്കും കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ദിവസം കോയിൻസ് ഒക്കെ, ഗോൾഡ് കോയിൻസ്. എനിക്ക് തോന്നുന്നു ആദിലയ്ക്കൊക്കെ കൊടുത്തെന്ന് തോന്നുന്നു, ആദിലയ്ക്കോ ബിന്നിക്കോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആർക്കൊക്കെയാണോ കിട്ടിയത് അവർ പോലും അടുത്ത ദിവസം കാലുവാരി. അപ്പോൾ എന്താണെങ്കിലും സെക്കൻഡ് ഡേ കാല് വാരും, അല്ലെങ്കിൽ അവർ ഗെയിം കുറച്ചും കൂടെ ഒന്ന് ചിന്തിച്ചിട്ടായിരിക്കും അടുത്ത ദിവസം കളിക്കാൻ പോകുന്നത് എന്ന് നൂറ ഒന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ വേണമെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ ബ്ലാക്ക് കോയിൻ കയ്യിൽ നിന്ന് ഒഴിവാക്കി വിടായിരുന്നു നൂറയ്ക്ക്. മനസ്സിലായില്ലേ? അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ ഷാനവാസ് അവിടെ ഗംഭീരമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു ഫാക്ടറിയുടെ ആ ഒരു പരിപാടിയെ പറ്റിയിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. അനീഷ് ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് ജസ്റ്റ് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അതിനും മുമ്പാണ് രാവിലെ അനീഷും നമ്മുടെ ഷാനവാസും കൂടെ നല്ല കുറച്ച് കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഷാനവാസ് ഫുട്ബോൾ കളിക്കുന്നതിനെ പറ്റിയും കാലിന് ലിഗമെന്റ് അങ്ങനെ പ്രശ്നങ്ങളെ പറ്റി അവരുടെ നല്ല കാര്യങ്ങൾ, രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ രാവിലെ നൈസായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് നന്നായിട്ട് സംസാരിച്ചാൽ 3-ാമത്തെ മിനിറ്റ് അടിപൊട്ടും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഇവരുടെ ഇടയ്ക്ക് ഒരു സ്നേഹമുണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് എന്തിനധികം പറയും. ഇന്നലെ സുഹൃത്ത് ആരാണെന്ന് ചോദിച്ചപ്പോൾ പോലും അനീഷ് പറഞ്ഞത് ഷാനവാസിന്റെ പേരാണ്. ഷാനവാസിനും ആ ഒരു സ്നേഹം നല്ല രീതിയിൽ അനീഷിനോടുണ്ട്, ഇല്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതൊരു ഗെയിമിന്റെ അപ്പുറത്തേക്കുള്ള ഒരു സൗഹൃദമായിട്ട് മാറട്ടെ. അങ്ങനെ എനിക്ക് പേഴ്സണലി ഒരു ആഗ്രഹമുണ്ട്. കാരണം കൊള്ളാം രണ്ടുപേരുടെ ഒരു വർക്ക്. അപ്പം ഇതൊക്കെ കഴിയുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ജിസൈലൂട്ടിയൊക്കെ എണീറ്റ് വന്നിട്ട് രാവിലെ കംപ്ലൈൻറ്റ് തുടങ്ങി. ജിസൈലൂട്ടിയുടെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിനോടാണ്. അക്ബർ ഇന്നലെ കാലുവാരി, അതായത് വോട്ട് നമ്മുടെ ജയിൽ നോമിനേഷനിലേക്ക് തട്ടി. അപ്പം ഫസ്റ്റിലെ തന്നെ നീ ഇന്നലെയും പറയുന്നുണ്ട്, നീ ആദ്യമേ എൻ്റെ പേര് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ടാണ് ലക്ഷ്മിയുടെ പേര് പറഞ്ഞത്. ലക്ഷ്മിയുടെ പേര് പറഞ്ഞിട്ട് എൻ്റെ പേര് പറഞ്ഞത് പിന്നെ ഉണ്ടായിരുന്നു, ഇത് നമ്മൾ സൗഹൃദം, എന്നിട്ട് നീ എൻ്റെ പേര് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് പരാതിയാണ്. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, ജിസൈൽ ഞാൻ വേറൊന്നും നോക്കിയിട്ടല്ല നിന്റെ പേര് പറഞ്ഞത്, നീ ആ ബാത്റൂം നോക്ക്, ബാത്റൂം ക്ലീൻ അല്ല, നീയാണ് അതിന്റെ ക്യാപ്റ്റൻ, നീ അത് ക്ലീൻ ആക്കാൻ മുതിരുന്നില്ല, അതുകൊണ്ടാണ് നിന്റെ പേര് പറഞ്ഞത്. അപ്പത്തേക്ക് കഥകൾ പലതും വരുന്നുണ്ട്. അതായത് ജിസൈൽ പറയുന്നുണ്ട്, നെവിനോട് ഞാൻ പറഞ്ഞു മടുത്തു, അവൻ ചെയ്യുന്നില്ല. നെവിനും അടുത്ത് ഇരിപ്പുണ്ട്. നെവിന് പക്ഷേ ഇതൊക്കെ ഒരു പുച്ഛമാണ്. എനിക്ക് നെവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ലൈക്ക് അതിന് മുമ്പ് ഇതൊക്കെ തീർക്കാം. അപ്പം നെവിൻ ചെയ്യുന്നില്ല എന്നൊക്കെ ജിസൈൽ പറയുന്നുണ്ട്. ഉടനെ അക്ബർ പറയുന്നു, അക്ബർ ബാക്കി ജിഷിനോ ഒക്കെ പറയുന്നുണ്ട്, നീ എല്ലാവരോടും പറ, നീ ഹൗസ് മൊത്തത്തിൽ അതൊരു പ്രശ്നമാക്ക്, ഇവനിത് ചെയ്യുന്നില്ലെങ്കിൽ. അവൻ അപ്പോഴും അപ്പുറേ കിടന്നിട്ട് ഒരു പുച്ഛമാണ്. ഈ നെവിൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ സീസണിലെ ജാൻമണിയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ബിസിനസ് ക്ലാസ്സിലെ ഞാൻ പോകൂ, ബിസിനസ് ക്ലാസ് ആണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞിരുന്ന ജാൻമണി ഏതാണ്ട് സെയിം ആണ്. എല്ലാം ഒരേ കാറ്റഗറി ആണല്ലോ. അപ്പൊ ഏതാണ്ട് അവർക്കുണ്ടായിരുന്ന ഒരു അഹങ്കാരമുണ്ട്. ആ ഒരു അഹങ്കാരം ഈ നെവിനുണ്ട്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ഇവൻ പറയും ഞാൻ ഭയങ്കര എന്റർടൈനറാണ്, എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഞാൻ എന്റർടൈനറാണ്. നമ്മൾ ചില ആൾക്കാരെ ഇഷ്ടപ്പെട്ട് അവസാനം വെറുക്കാൻ തുടങ്ങും. ചില ആൾക്കാരെ നേരെ തിരിച്ചാ, വെറുത്ത് ഇഷ്ടപ്പെടാൻ തുടങ്ങും. അനീഷിന്റെ കേസിൽ അതാ, വെറുത്ത് നമ്മൾ അയാളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. നെവിന്റെ കേസിൽ നേരെ തിരിച്ചാ. ഇത് എൻ്റെ അഭിപ്രായമായി പറയുന്നത്. അതായത് നമുക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ ഇവന്റെ ഈ ഓരോ കാട്ടായം കണ്ട് ഇവനെ വെറുപ്പായി തുടങ്ങി. അവൻ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, എന്താണ്, എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇതല്ല, എനിക്ക് ബാത്റൂം ഒന്നും കഴുകാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവൻ വീട്ടിൽ പോയി ഇരുന്നാൽ പോരെ? ഒരു പ്രാവശ്യം ഇറങ്ങി വെളിയിലോട്ട് പോയതല്ലേ, എന്തിനാ തിരിച്ചു വന്നത് കയറി? അതുവഴി അങ്ങ് വീട്ടിൽ പോകാമായിരുന്നല്ലോ. അവൻ്റെ ലൈഫ് സ്റ്റൈലും പിടിച്ച് ജീവിക്കുന്ന ഒരുത്തൻ ബിഗ് ബോസിനകത്ത് വന്നിട്ടും, ലൈക്ക് അതാണ്, ബിഗ് ബോസിനകത്ത് വന്നിട്ട് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കൂ എന്ന് പറയുന്ന ഒരുത്തൻ അവിടെ നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. എന്താ നിങ്ങളുടെ അഭിപ്രായം? കാരണം അവന് കഴുകാൻ വയ്യ, അവന് പറ്റില്ല. ജിസൈൽ നിങ്ങളാരും ലൈവിൽ കണ്ടു കാണത്തില്ല, നമ്മുടെ എപ്പിസോഡിലും കണ്ടു കാണത്തില്ല. ഞാൻ പേഴ്സണലി അറിഞ്ഞൊരു കാര്യമാണ്, സത്യമാണോ എന്ന് നമുക്ക് അറിയത്തില്ല, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ്. ജിസൈലിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ടോയ്ലറ്റ് കഴുകാൻ, എന്നിട്ടും ആ ലേഡി അത് ചെയ്യുന്നുണ്ട്. അവർ മാസ്ക് ഇട്ടൊക്കെയാണ് ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്യാൻ നിന്നതെന്നൊക്കെ കേൾക്കുന്നു, സത്യമാണോ എന്ന് അറിയത്തില്ല. അങ്ങനെ അവർ ഓരോ ദിവസവും അവർ കഷ്ടപ്പെടുന്നുണ്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? സോ അങ്ങനെ ഒരു സ്ത്രീ കഷ്ടപ്പെടുന്നുണ്ട്, നമ്മളെ അതൊന്നും കാണിക്കുന്നില്ല, പക്ഷെ അവർ അത്രയ്ക്കും എഫേർട്ട് എടുക്കുന്നുണ്ട്. അവരുടെ ടീമിൽ ഈ നെവിൻ വന്നിട്ട് പണിയെടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ചെയ്യുന്നില്ല. അവനെ കൊണ്ട് സ്വന്തം കഴിച്ച പാത്രം അവനെ കൊണ്ട് കഴുകാൻ വയ്യ. കഴിഞ്ഞ ദിവസം അത് ഇന്ന് സംസാരിക്കുന്നുണ്ട് അതിനെപ്പറ്റി, ഈ ജിസൈലിന്റെ കൈ മുറിഞ്ഞിരിക്കുകയാണ്, എന്നിട്ട് പോലും ആര്യനും നെവിനും ഒക്കെ അവന്മാരുടെ പാത്രം നേരെ ജിസൈലിന്റെ നെഞ്ചത്തോട്ട് വെച്ചു കൊടുക്കും കഴുകാൻ വേണ്ടി. കാണിക്കുന്ന തെമ്മാടിത്തരമല്ലേ? നമ്മുടെ നെവിൻ അല്ല, അക്ബർ അത് രൂക്ഷമായിട്ട് അക്ബർ എതിർക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നെവിനെ അല്ല കുറ്റം പറയുന്നത്, ജിസൈലിനെ തന്നെയാണ് കുറ്റം പറയുന്നത്. കാരണം നീ എന്തിന് അത് മേടിക്കുന്നു? നിനക്ക് തരുന്നവന് ബോധമില്ല, അവന് വിവരമില്ല, അത് നമുക്ക് മനസ്സിലാവും. നെവിനെ പറ്റിയാണ് പറയുന്നത്, അവന് വിവരമില്ല, അവനത് ചെയ്യും. നീ എന്തിനത് ചെയ്തു കൊടുക്കുന്നു, നീ എന്തിനു കഴുകി കൊടുക്കുന്നു എന്ന് അക്ബർ ചോദിക്കുന്നത്. അക്ബർ കറക്റ്റ് കാര്യം ചോദിക്കുന്നത്, എന്തിനാ ജിസൈൽ ചെയ്തു കൊടുക്കുന്നത്? ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. ജിസൈൽ ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ഫേവറിറ്റിസം കാണിക്കുന്നുണ്ട്.
അത് മാറ്റി വെക്കേണ്ട സമയം കഴിഞ്ഞു. ഇത് ബിഗ് ബോസ് ഹൗസാണ്, ഇത് ഗെയിം കളിക്കാൻ വന്നതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ജിസയിൽ മറന്നു പോകുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഈ നെവിൻ്റെയും നെവിൻ്റെ പിന്നെയും പോട്ടെ, ആര്യൻ്റെ കേസ് വരുമ്പോൾ കംപ്ലീറ്റ്ലി മറന്നു പോകുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് നിൽക്കുക, അതിൻ്റെ ആവശ്യമില്ല. നെവിൻ പിന്നെ സാഹചര്യം മുതലാക്കുന്നു, അതാണ് അവൻ ചെയ്യുന്നത്. അവൻ ഒന്നും ചെയ്യാൻ വയ്യ, ബാത്റൂം ക്ലീൻ ചെയ്യാൻ വയ്യ, പുറത്തു പോട്ടെ, ഞാനതാ പറയുന്നത്, പുറത്തു പോട്ടെ. പിന്നെ അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഈ ജാൻമണിക്കൊക്കെ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ സീസണിൽ ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഞാനൊരു ഇന്റർവ്യൂ കണ്ടേ, പുച്ഛവാ, അത്ര പുച്ഛവാ എല്ലാവരും. ഷണ്ണവാസ് എന്താ ചെയ്യുന്നത്, അണീസ് ഒന്നിനും കൊള്ളില്ല. ഇവരെ എന്തിനു കൊള്ളായിരുന്നു? അല്ല, ആ ലേഡി എന്തിനു അവരെ എന്തിനു കൊള്ളായിരുന്നു? ലേഡി എന്നൊന്നും പറയുന്നില്ല, സോറി. അവരെ എന്തിനു കൊള്ളായിരുന്നു? എനിക്കറിയത്തില്ല. അവരെന്താ കാണിച്ചു വെച്ച് കുറേ പ്രാക്കും പിന്നെ അവരുടെ ബിസിനസ് ക്ലാസ് യാത്രയും ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ പുറത്തു പോയി. അതുപോലെ തന്നെ നമ്മൾ അടിച്ചിറക്കി വിടേണ്ട ഒരുത്തനാണ് നെവിൻ. അവനെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പം സ്ഥിരം ഉറക്കം ആയിക്കോട്ടെ, അവൻ്റെ ഇഷ്ടം. പിന്നെ അവൻ്റെ ഗെയിമാണ് അവൻ ഈ മറ്റെന്താണ് പാത്രം കഴുകാത്തത്, അവൻ കക്കൂസ് ക്ലീൻ ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗെയിമിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അവിടെ ബാക്കി എല്ലാവരും പണിയെടുക്കുമ്പം അവനും പണിയെടുക്കണം. പണിയെടുക്കാതെ ചെയ്യുന്ന ഗെയിമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഞാനീ പറഞ്ഞ മൊത്തം എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം? ഇപ്പം അവിടെ ജസ്റ്റ് എല്ലാവരും ഇന്നൊരു ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ അവിടെ താളയും തള്ളി ഇന്നിപ്പോൾ എല്ലാവരും പുറത്തിരിക്കുകയാണ്. പുറത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ബാക്കി ഞാൻ പോയി ലൈവ് കാണട്ടെ, എന്നിട്ട് അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാതെ പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.